ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ കബീർദാസ് കെ ദോഹയിലെ റിപ്പീറ്റഡ് ആയിട്ട് 3 ഇയേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കബീർദാസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കബീർ ഭക്തി ധാരാ കെ കിസ് ശാഖ കെ കവി थे? കബീർ की ഭാഷ कौन सी थी? ഏപ്രിൽ 2023 വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിനായിട്ട് ആൻസർ നിങ്ങൾ എഴുതേണ്ടത് നിർഗുൺ ഭക്തി ധാരാ കെ ശാഖ കെ കവി थे കബീർ, ഉൻകി ഭാഷ സദുക്കടി और पंचमेल खिचड़ी है. അതായത് അദ്ദേഹം നിർഗുൺ ഭക്തിധാരയിലെ കവിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ സദുക്കടി പഞ്ച്മേൽ ഖിച്ചടിയാണ് അദ്ദേഹം എഴുതിയിരുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് വേണമെങ്കിൽ ഒന്ന് കബീർദാസിനെ കുറിച്ച് ഒരു ലൈനിൽ ഇൻഫർമേഷൻ എഴുതിയ ശേഷം നിങ്ങൾക്ക് ഈ പോയിന്റിലേക്ക് എത്താവുന്നതാണ്. 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ആൻസേഴ്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ആൻസേഴ്സിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. കബീർ കിസ് ഭക്തിധാര കെ കവി थे? കബീർ കെ ഗുരു കാ നാം ക്യാ ഹെ? ഏപ്രിൽ 2022 വന്നിരിക്കുന്ന ചോദ്യമാണ്. ഏത് ഭക്തിധാരയാണ്? അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. കബീർദാസ് നിർഗുൺ ശാഖ കെ കവി थे और उनके गुरु का नाम രാമാനന്ദ് था. നിർഗുൺ ഭക്തി ശാഖയിലെ കവിയായിരുന്നു കബീർദാസ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് രാമാനന്ദാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഗുരു മഹിമ കെ ബാരെ മേ കബീർ കാ വിചാർ ക്യാ ഹെ? ഗുരു മഹിമയെ കുറിച്ചിട്ട് കബീറിൻ്റെ എന്താണ് തോട്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2023 വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിനായിട്ട് ആൻസർ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഗുരു महिमा के बारे में कबीर कहते हैं कि सदगुरु की महिमा अपार है और गुरु ने ही उनकी आंखें खोलकर सांसारिक दृष्टि के साथ साथ उन्हें अलौकिक दृष्टि प्रदान कर दी है जिससे वह ज्ञान मार्ग पर चल पड़े हैं. സദ്ഗുരുവിനെ കുറിച്ചിട്ട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഹിമയാണ് ഉള്ളത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. ഗുരു ആണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചത്. അദ്ദേഹത്തിന് ഈ വേൾഡ്ലി ആയിട്ടുള്ള മാറ്റേഴ്സിൽ മാത്രമല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ജ്ഞാൻ മാർഗത്തിലൂടെ നടക്കാൻ തുടങ്ങി എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. കബീർ ചകൈ കെ മാധ്യം സെ ക്യാ കഹനാ ചാഹത്തെ ഹെ? കബീർ ചകൈ എന്ന ഒരു ഉദാഹരണം കൊടുത്തിട്ട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം. ഏപ്രിൽ 2021 വന്നിരിക്കുന്ന ചോദ്യമാണ്. അതിനായിട്ട് നിങ്ങൾ എഴുതേണ്ട आंसर चकवी पक्षी के माध्यम से कबीर कहते हैं कि मनुष्य को ईश्वर की भक्ति करते रहना चाहिए, क्योंकि अगर मोह माया के कारण मनुष्य ईश्वर से दूर हो जाएगा तो ईश्वर से कभी नहीं मिल पाएगा. കബീർ പറയുന്നത് ചക്വി പക്ഷിയുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ്. അദ്ദേഹം പറയുന്നത് എപ്പോഴും ഭക്തി ചെയ്തുകൊണ്ടിരിക്കണം, ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈശ്വരാരാധനയിൽ നിന്ന് നമ്മൾ ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈശ്വരനിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് ആ വാക്യങ്ങളെ അർത്ഥം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കവി കബീർ കാ പരിചയ ദീജിയെ ഏപ്രിൽ 2023 വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതിനായിട്ട് ആൻസർ കുറച്ച് എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കൂ. कबीरदास जी का जन्म काशी में हुआ था ऐसा माना जाता है और 120 वर्षों तक उनकी आयु थी. 120 വർഷം വരെ അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് കാശിയിലാണ് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഉൻകി കാവ്യ പ്രതിഭ ഉൻകെ ഗുരു രാമാനന്ദ് ജി കി കൃപാസെ ജാഗ്രത് ഹുയി थी. അപ്പോൾ അദ്ദേഹം ലിറ്റററി ആയിട്ടുള്ള കഴിവ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നാണ്. രാമാനന്ദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര്. വേ നിർഗുൺവാദി കാവ്യശാഖ കെ കവി थे. അദ്ദേഹം നിർഗുൺ വാദിയായിട്ടുള്ള കാവ്യശാഖയിൽ നിന്ന് ഉള്ള ഒരു കവിയായിരുന്നു. ഏക് മഹാൻ കവി थे जिन्होंने കഭി കലം കോ നഹി ചുവാ था. അദ്ദേഹം ഒരു മഹാനായിട്ടുള്ള കവിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും എഴുതിയിരുന്നില്ല, എഴുതാനും വായിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ശിഷ്യഗണോനെ ഉൻകി വാണി കോ ബീജ കെ രൂപമേ പ്രകാശിത് കിയ. അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന ആ ദോഹകളെല്ലാം ശിഷ്യഗണങ്ങളാണ് ഒരു ബീജക് എന്ന രൂപത്തിൽ പ്രകാശനം ചെയ്തിരിക്കുന്നത്. കവി ഭക്ത് യോഗി സമാജ് സുധാരക് ഉൻകെ കാവ്യോ മേ ഉപദേശ് और സമാജ് പ്രബോധൻ ദിഖായി പड़ता है. അദ്ദേഹം ഒരു കവിയായിരുന്നു, ഒരു ഭക്തനായിരുന്നു, ഒരു യോഗിയായിരുന്നു, ഒരു സമാജ് സുധാരകായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ ഉപദേശങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സമാജത്തിന്, സൊസൈറ്റിയെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള വാക്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിലൊക്കെ കാണപ്പെടുന്നത്. മൂർത്തി പൂജ, അവതാർവാദ്, വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ, അന്ധവിശ്വാസമൊക്കെ ജംകർ വിരോധ് കിയ. അതായത് അദ്ദേഹം മൂർത്തി പൂജയ്ക്കെതിരായിരുന്നു, അതുപോലെ തന്നെ വർണ്ണവ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു, ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റത്തിനൊക്കെ എതിരായിരുന്നു, അന്ധവിശ്വാസങ്ങളെ ഒക്കെ ശക്തമായിട്ട് അദ്ദേഹം എതിർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൻകി കവിത ഓർ ദോഹെ സദുക്കടി യാ പഞ്ച്മേൽ ഖിച്ചടി മേ ലിഖി ഗയി ഹെ. അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം സദുക്കടി അല്ലെങ്കിൽ പഞ്ച്മേൽ ഖിച്ചടിയിലാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൻകെ ദോഹെ അത്യന്ത് സരൽ ഓർ സ്വാഭാവിക് ഭാവ് കാ ഹോത്തെ ഹെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദോഹകളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ്, സാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. कबीर एक संत होने के साथ साथ उच्च कोटि के विद्वान भी थे. ऐसा उनके दोहों से हमें उनका साहित्यिक परिचय मिलता है. കബീർ ഒരു സന്തു ആയിരുന്നു, അതേ സമയത്ത് അദ്ദേഹം ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളും കൂടിയായിരുന്നു എന്നാണ്, വിദ്വാനായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിലൂടെയാണ് എന്നാണ്
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കവി കബീർ കാ പരിചയ് ദീജിയെ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അടുത്ത നോക്കൂ, പഠിത് ദോഹെ കെ ആധാർ പർ കബീർ की വിചാരധാര പ്രസ്തുത് കീജിए. കബീറിന്റെ വിചാരധാര എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 2022 വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ കബീർദാസ് ജി कहते हैं कि सदगुरु की महिमा अनंत है और उनके मन की अज्ञानता रूपी अंधकार को हटाकर ईश्वर की सत्ता को पहचान गए हैं. അതായത് ഇതിൽ ഈ ദോഹകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സദ്ഗുരുവിൻ്റെ മഹിമ വാക്യങ്ങളിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് സദ്ഗുരുവിൻ്റെ മഹിമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അറിവില്ലായ്മ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഫുള്ളും ഡാർക്ക്നെസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ അത് മാറ്റി ഈശ്വരനെ കാണിച്ചത് ഈശ്വരനെ അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി എന്നാണ് ആ വാക്യങ്ങളെ അർത്ഥം വരുന്നത്. ജിൻകെ ഘർ മേ ഈശ്വർ ന ഹോ വഹാ 64 ദിയെ ജലാക്കർ ഭി കോയി അന്ധകാർ മിട്ടാ നഹി സക്ത. ഈശ്വരനില്ലാത്ത വീടുകളിൽ 64 ദീപങ്ങൾ തെളിയിച്ച് വെച്ചിട്ടും എത്ര എണ്ണം ദീപങ്ങൾ തെളിയിച്ച് വെച്ചാലും അവിടുത്തെ ഡാർക്ക്നെസ് ഇരുട്ട് മാറില്ല എന്നാണ് വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. ജീവൻ രൂപി ഖേൽ ഗുരു കെ മാർഗദർശൻ മേ കബീർ ഖേൽ രഹേ ഹെ ജബ്കി ഉൻകെ ഗുരു ഉൻഹെ ദാവ് പേജ് ബത്താ രഹേ ഹെ. ഈ ജീവിതത്തിലെ കളി, ഈ ജീവിതം ജീവിക്കാനുള്ള കളി അദ്ദേഹത്തിന്റെ ഗുരുവാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ഗുരു പറയുന്നതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് എന്നാണ് ഈ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. മനുഷ്യക്കോ ഹമേശ ഈശ്വർ കി ഭക്തി മേ ലീൻ ഹോനാ ചാഹിയെ. മനുഷ്യൻ എപ്പോഴും ഈശ്വരന്റെ ഭക്തിയിൽ മുഴുകിയിരിക്കണം എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. നഹി തോ വിഛടൻ മേ ഫിർ സെ അപ്നെ ഈശ്വർ സെ നഹി മിൽ പായേഗ. ഈശ്വരനെ പിന്നീട് കാണാൻ പറ്റില്ല ഈശ്വരനെ ആരാധിച്ചില്ലെങ്കിൽ എന്നാണ് ആ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. കബീർദാസ് की विचारधाराओं में अपने गुरु के लिए आदर, ഈശ്വർ के प्रति भक्ति और सम्मान दिखाई देता है. കബീർദാസിലെ ഈ ദോഹകളിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റ്, ഈശ്വരനോടുള്ള ആരാധനയും റെസ്പെക്റ്റുമാണ് കാണുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ആദ്യം കബീർദാസിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുക. सदगुरु की महिमा अनंत, अनंत किया उपकार, लोचन अनंत उगरिया, अनंत दिखावन हार. इन पंक्तियों का भावार्थ समझाइए. ഏപ്രിൽ 2021 വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു വീഡിയോ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. कबीरदास जी निर्गुण विचारधारा वाले कवि थे. भक्त योगी समाज सुधारक के रूप में जाने जाते थे. इस दोहे में उन्होंने സദ്ഗുരു की महिमा का वर्णन किया है. കബീർദാസ് നിർഗുൺ വിചാരധാരയുള്ള ഒരു കവിയായിരുന്നു. ഭക്തൻ, യോഗി, സമാജ് സുധാരക്, സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള രീതിയിലൊക്കെ അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. ഈ ദോഹയിൽ അദ്ദേഹം സദ്ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കബീർദാസ് ജി कहते हैं कि സദ്ഗുരു की महिमा अपार है. കബീർദാസ് ജി ഈ ദോഹയിൽ പറയുന്നത് സദ്ഗുരുവിൻ്റെ മഹിമ അവർണ്ണനീയമാണ്, അതായത് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതാണ് എന്നാണ് ഈ ദോഹയിൽ പറയുന്നത്. उन्होंने ईश्वर दर्शन का मार्ग कबीरदास जी को दिखाकर उन पर असीम उपकार किया है. ഈശ്വര ദർശനത്തിൻ്റെ മാർഗം കബീർദാസിന് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയാണ് ഗുരു ചെയ്തിരിക്കുന്നത് എന്നാണ് കബീർദാസ് ജി ഇതിൽ പറയുന്നത്. കബീർ कहते हैं कि गुरु ने उनकी आंखें खोल दी है और सांसारिक दृष्टि के साथ साथ अलौकिक दृष्टि भी प्रदान की है, जिससे वे ईश्वर को पहचान सके और ज्ञान मार्ग पर चल सके. കബീർ ഇതിൽ പറയുന്നത് ഗുരു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. വേൾഡ്ലി ആയിട്ടുള്ള പ്ലഷർ അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലൈഫ് അദ്ദേഹത്തിന് മുൻപിൽ തുറന്നു കൊടുക്കുകയാണ് ഗുരു ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശ്വരനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്പിരിച്വൽ ലൈഫ് അദ്ദേഹത്തിൻ്റെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കബീർദാസ് ജി ഇതിലൂടെ പറയുന്നത് എന്നാണ് ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്